അതുകൊണ്ടാണ് കാണാൻ പറ്റുന്നവർ, കാണാൻ പറ്റാത്തവർ. സ്വന്തം കുടുംബത്തിൽ തന്നെ അല്ലേ. ഇപ്പൊ നമ്മക്കൊന്നും ആ മറല്ല അല്ലേ. എളാമാന്റെ മോളും ഞമ്മക്ക് ഹലാല്, മൂത്തമ്മാന്റെ മോളും ഞമ്മക്ക് ഹലാല്, ഒക്കെ ഹലാലാ. അല്ലാഹു തആല ഹലാലാക്കിയിട്ട് എണ്ണി തന്നു ആളുകളൊക്കെ. വിവാഹബന്ധം നിഷിദ്ധമായ ആളുകൾ അല്ലാഹു എണ്ണി തന്നില്ലേ? നോക്കൽ ഹലാലായവല്ല. ഹുർരിമത് അലൈക്കും ഉമ്മഹാത്തുക്കും വബനാത്തുക്കും വഅഖവാത്തുക്കും വഅമ്മാത്തുക്കും വഖാലാത്തുക്കും വബനാത്തുൽ അഖി വബനാത്തുൽ ഉഖ്തി വഉമ്മഹാത്തുക്കും അല്ലാത്തി അർളഅനകും വഅഖവാത്തുക്കും മിനർ റളാഅതി വഉമ്മഹാത്തു നിസാഇക്കും വറബായിബുക്കും അല്ലാത്തി ഫീ ഹുജൂരിക്കും മിൻ നിസാഇക്കും അല്ലാത്തി ദഖൽതും ബിഹിന്ന ഫഇൻ ലം തകൂനൂ ദഖൽതും ബിഹിന്ന ഫലാ ജുനാഹ അലൈക്കും വഹലായിലു അബ്നായിക്കും അല്ലദീന മിൻ അസ്ലാബിക്കും. എത്ര കൃത്യാന്നറിയോ? ഹുർരിമത് അലൈക്കും, നിങ്ങളെ മേലെ ഹറാമാക്കപ്പെട്ടു, വിവാഹം ചെയ്യാൻ പാടില്ല. ഉമ്മഹാത്തുക്കും, നിങ്ങളെ മാതാക്കൾ, അവരെ കാണാം അല്ലേ. ഉമ്മമാര്, മാതാക്കൾ. വബനാത്തുക്കും, നിങ്ങളുടെ പെൺമക്കൾ. വഅഖവാത്തുക്കും, നിങ്ങളുടെ സഹോദരിമാർ. സഹോദരിമാർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? സ്വന്തം പെങ്ങള്. ഒക്കെ പെങ്ങളല്ല കേട്ടോ. പെങ്ങള് എന്ന് പറഞ്ഞാൽ ഏതാ? വാപ്പയിലും ഉമ്മയിൽ നിന്നും ജനിച്ച പെങ്ങന്മാര്. ഇനി വേറൊരു പെങ്ങന്മാരുണ്ട്, താഴെ പറയുന്നുണ്ട്. അഖവാത്തുക്കും മിനർ റളാഅ, നാട്ടിൽ നടപ്പില്ല ഉണ്ടെങ്കിൽ അതും മുലകുടി ബന്ധത്തിലെ സഹോദരിമാര്. അല്ലാതെ എളാമാന്റെയും മൂത്തമ്മാന്റെയും അമ്മായിന്റെയും മക്കളൊക്കെ പെങ്ങന്മാരാന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്വന്തം വണ്ടി കയറ്റി കൊണ്ടുപോകലും, സ്വന്തം നമ്മൾ കൂട്ടിന് പോകലും, നമ്മളവരെ പുറകെ പോയിരുന്ന് കിന്നരിക്കലും, ഇഷ്ടം പോലെ അവർക്ക് നോക്കലും ഹറാമാണ്, ഹലാലല്ല. അതിന് ഇനി എന്ത് ന്യായീകരണം കൊണ്ടുവന്നാലും ശരി, ഖുർആനാണ് ഈ പറയുന്നത്. ഹുർരിമത് അലൈക്കും ഉമ്മഹാത്തുക്കും വബനാത്തുക്കും വഅഖവാത്തുക്കും വഖാലാത്തുക്കും. ഖാലാത്ത് എന്ന് പറഞ്ഞാൽ മാതൃ സഹോദരിമാർ, ഉമ്മയുടെ ജ്യേഷ്ഠത്തി, അനുജത്തി, അവരാണ് ആര്? മാതൃ സഹോദരിമാര്, ഖാലാത്ത്. ഹുർരിമത് അലൈക്കും ഉമ്മഹാത്തുക്കും വബനാത്തുക്കും വഅഖവാത്തുക്കും വഅമ്മാത്തുക്കും. അമ്മായിമാര്, ഉപ്പയുടെ സഹോദരിമാര്, പിതൃ സഹോദരിമാര്, മാതൃ സഹോദരിമാര്. വഖാലാത്തുക്കും വബനാത്തുൽ അഖി, സഹോദരന്റെ പെൺമക്കൾ, ജ്യേഷ്ഠന്റെയും അഞ്ചന്റെയും പെൺമക്കൾ. ഓലെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അവർ നോക്കാൻ പറ്റിയവരാ. കണ്ണോട് തുറന്നു നോക്കിയാൽ കുറ്റം ഉണ്ടാവില്ല എന്നർത്ഥം. കണ്ണോട് ഇങ്ങനെ നോക്കിയിട്ട്, ആരെ നോക്കിയിട്ടും, ഏതൊരു പെണ്ണിനെ നോക്കിയിട്ടും, സ്വന്തം പെങ്ങളെ നോക്കിയിട്ടും ഒരു ശഹവത്തൊരു വികാരമുള്ളതാണെങ്കിൽ അതൊക്കെ കുറ്റാട്ടോ. ഓൻ തൽക്കാലം കണ്ണിന് ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ച് നടക്കാൻ നല്ലത്. അല്ല, അങ്ങനെയാണ് ഒരാളെ സംവിധാനം എന്നെങ്കിലേ, സ്വന്തം പെങ്ങളെ കണ്ടിട്ട് പോലും ഒരു കുരു പൊട്ടുകയാണെങ്കിൽ ഓന് നല്ലത് എന്തെങ്കിലും തേച്ച് നടക്കലാ നല്ലത്. അല്ല എന്താ ഒരാളെ മുഖത്തേക്കും വികാരത്തോടെ നോക്കാൻ പറ്റുമോ? പറ്റൂല. എത്ര പ്രായം കൂടിയ ആളാണെങ്കിൽ ശരി, പ്രായം കുറഞ്ഞ ആളാണ് ശരി, പാടില്ല. സ്വന്തം പെങ്ങളെ മുഖത്തേക്ക് പോലും അങ്ങനെ നോക്കാൻ പാടില്ല. അവിടെ ഒരു സ്നേഹവാത്സല്യ ബന്ധം നിലനിൽക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ വേറെ ഐറ്റംസ് ആണ്. അങ്ങനെ ഉണ്ടാവൂലല്ലോ പൊതുവെ ആളുകൾക്ക് ഉണ്ടാകൂല. സ്വന്തം പെങ്ങന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ കാണുന്നത്. സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ച ആൾക്കാരുണ്ട്, കുറെ ആൾക്കാർ. ഓലെ കഥ പറയാക്ക നല്ലത്. ഓരെ പറ്റിയാണ് ആ പറഞ്ഞോക്കെ. നമ്മളെ നാട്ടിൽ എങ്ങനെയുണ്ട് അങ്ങനത്തെ ഒരു കഥ? നമ്മളെ കേൾക്കുന്നുണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒരു പുതിയ ഒരു നാട്ടിൽ ഇതുവരെ നടക്കാത്ത ഈ നൂറ്റാണ്ടിൽ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇതേണ്ടി വരും. അത് അങ്ങനല്ലേ നമ്മുടെ നാട്ടിലൊക്കെ സാഹചര്യം? ഈ നിയമത്തിലല്ലേ ആൾക്കാർ പോകുന്നത്. വബനാത്തുൽ അഖി വബനാത്തുൽ ഉഖ്തി, സഹോദരിയുടെ പെൺമക്കളും സഹോദരന്റെ പെൺമക്കളും. അവരാണുങ്ങൾക്ക് വിവാഹം ചെയ്യാൻ പാടില്ല, ഹറാമാണ്. വിവാഹബന്ധം നിഷിദ്ധമായ ആളുകൾ നോക്കൽ ഹലാലായവരാണ്, അവരെ കാണാം. നിങ്ങൾക്ക് മുലയൂട്ടിയ മാതാക്കൾ, മുലയൂട്ടാനുള്ള ആ പരിധിക്കുള്ളിൽ പറഞ്ഞ ഖദർ മുലയൂട്ടണം. 2 വയസ്സ് തികയുന്നതിന് മുമ്പാകണം, ശേഷമായ പറ്റൂല. അതും 5 റളഅത്ത്, 5 മുലകുടി, 5 മുലകുടിക്കൽ. ഒരൊറ്റ സമയത്ത് തന്നെ 5 എണ്ണം കുടിച്ചാലും ശരി, വിവിധ ഘട്ടങ്ങളിലായിട്ട് 5 രൂപത്തിൽ കുടിച്ചാലും ശരി, രണ്ടും ആകാം. 5 റളഅത്ത്, 5 മുലയൂട്ടൽ. അങ്ങനെ കുടിച്ച മുലപ്പാൽ തന്ന ആ മാതാക്കൾ, അവരും വിവാഹബന്ധം നിഷിദ്ധമായവരാണ്.
അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കുണ്ടല്ലോ, റളാഅത്തിന്റെ മാതാക്കളില്ലേ, ഹലീമ ബീവി റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുവൈബത്തുൽ അസ്ലമിയ്യ തുടങ്ങി ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ആമിന ബീവി റളിയല്ലാഹു അൻഹ സ്വന്തം ഉമ്മന്നെ, ഇവരൊക്കെ മുലയൂട്ടിയവരാണല്ലോ. ഇങ്ങനെ മുലയൂട്ടിയ മാതാക്കൾ, അവരെയും വിവാഹം ചെയ്യാൻ പറ്റൂല. റളാഅത്തിനാലുള്ള നിങ്ങളെ സഹോദരിമാർ, ആ മുലയൂട്ടിയ ഉമ്മയുടെ പെൺകുട്ടികൾ, അവര് നിങ്ങൾക്ക് കാണല് ഹലാലാണ്, വിവാഹം ഹറാമാണ്. വിവാഹബന്ധം നിഷിദ്ധമായ ബന്ധമാണത്. وأمهاتكم اللاتي أرضعنكم وأخواتكم من الرضاعة وأمهات نسائكم, നിങ്ങളുടെ ഭാര്യമാരുടെ മാതാക്കൾ, അവരെയും വിവാഹം ചെയ്യാൻ പറ്റൂലല്ലോ, അവരെയും നോക്കലും കാണലും ഹലാലാണ്. വറബായിബുക്കുമുല്ലാത്തി ഫീ ഹുജൂരിക്കും, അത് ഇപ്പത്തെ കാലത്തുണ്ടോ അറിയില്ല, നിങ്ങളെ സംരക്ഷണത്തിലായിട്ട് ദത്തെടുത്ത് വളർത്തുന്ന പുത്രിമാർ, പോറ്റി വളർത്തുന്ന പെൺകുട്ടികൾ നടത്തും. അവരെ സംരക്ഷിക്കാനും വേണ്ടി ഉള്ള ആ നോട്ടം ഹലാലാണ്, വിവാഹം ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മളൊരു പെൺകുട്ടിനെ ദത്തെടുത്ത് വളർത്താണ്, ദത്തെടുത്ത് വളർത്തല്ലേ, ദത്തെടുത്ത് വളർത്താണ് പെൺകുട്ടിനെ. ആ പെൺകുട്ടിനെ ടൈമായി കഴിഞ്ഞാൽ നമ്മളല്ല അതിൻ്റെ വലിയ, നമ്മൾ പോറ്റുപ്പ മാത്രമാണ്, പോറ്റുപ്പയാണ് നമ്മൾ. ആ അർത്ഥത്തിൽ ഒന്ന് കാണാം, പോറ്റുമകൾ എന്ന അർത്ഥത്തിൽ റബീബത്താണ്. കല്യാണം കഴിച്ചവർക്കും മറ്റൊക്കെ നിയമങ്ങളൊക്കെ വേറെയാണ്, അതിന് കാലി മറ്റൊക്കെ ആയിരിക്കും കാർമ്മികത്വം വഹിക്കത് വേറെ, വിലായത്തൊക്കെ വേറെ. പക്ഷെ പോറ്റി വളർത്തുന്നു എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് വിവാഹം ചെയ്യാൻ പറ്റൂല, നമ്മൾ പോറ്റിയ മകൾ എന്നുള്ള അർത്ഥത്തിൽ. വറബായിബുക്കുമുല്ലാത്തി ഫീ ഹുജൂരിക്കും മിൻ നിസായിക്കുമുല്ലാത്തി ദഖൽതും ബിഹിന്ന, നിങ്ങൾ വിവാഹം ചെയ്ത സ്ത്രീകളിലെ അവരുടെ മക്കൾ നിങ്ങളെ മക്കളല്ല, അവർക്ക് ആദ്യ ബന്ധത്തിലുള്ള മക്കളില്ലേ, അതും പോറ്റുപുത്രിമാരാണ്, അവരെയും കാണല് ഹലാലാണ്, അവർ നിങ്ങൾ വിവാഹം ചെയ്യാൻ പറ്റൂല. ദത്തുപുത്രിമാരെയും അങ്ങനെ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം പറയുന്നു, വഹലായിലു അബ്നായിക്കും, നിങ്ങളുടെ ആൺകുട്ടികളുടെ ഭാര്യമാർ. അതാരാ? അത് മരുവളാന്നറിയില്ലേ? ഇവിടെ മരുവള് എന്ന് പറഞ്ഞാല് മകന്റെ ഭാര്യക്കല്ലേ പറയാ. ചില നാട്ടിലൊക്കെ മരുവന് മരുവൾ എന്ന് പറഞ്ഞ അർത്ഥം വേറെയാണ്, അതാണ് ചോദിക്കുന്നത് അല്ലേ. തങ്ങളെ മകനും പറയും അല്ലേ, ഇവിടെ ഉണ്ട്. ഇവിടെ ഖുർആൻ ഉദ്ദേശിച്ചതല്ല, ആൺകുട്ടികളുടെ ആൺമക്കളുടെ ഭാര്യമാർ, അവരെയും വിവാഹം ചെയ്യാൻ പറ്റൂലല്ലോ ബാപ്പക്ക്, വിവാഹാന്ത നിഷിദ്ധമായവരാണ്. കാണാം, ഇതാണ് ആ പട്ടിക. ഇതേ രൂപത്തിൽ അപ്പുറത്ത് പെണ്ണുങ്ങളതും അല്ലാഹു തആല വേറെ പറഞ്ഞിട്ടുണ്ട്. വലാ യുബ്ദീന സീനത്തഹുന്ന ഇല്ലാ ലിബുഉലതിഹിന്ന, അവരുടെ ഭർത്താക്കന്മാർക്കല്ലാതെ അവരെ കയ്യും മുഖവും മടങ്ങുന്ന, സാധാരണ അവരെ വീട്ടിൽ തൊഴിലെടുക്കുന്ന ഭാഗങ്ങളിൽ വെളിവാകുന്ന ഭംഗി വെളിവാക്കരുത് ഭർത്താക്കന്മാർ. ഔ ആബാഇ ബുഉലതിഹിന്ന, ഭർത്താക്കന്മാരുടെ പിതാക്കൾ. ഔ അബ്നാഇഹിന്ന, അവരുടെ ആൺകുട്ടികൾ. ഔ ബനി അഖ്വാനിഹിന്ന, അവരുടെ സഹോദരന്മാരുടെ ആൺമക്കൾ. ഔ ബനി അഖവാത്തിഹിന്ന, സഹോദരിമാരുടെ ആൺമക്കൾ. അല്ലാഹു എണ്ണി പറഞ്ഞ സ്വന്തം വീട്ടിലെ അടുത്ത ബന്ധുക്കൾ തന്നെ പലപ്പോഴും മറകളോടെ നിന്ന് പെരുമാറേണ്ടവരും സംസാരിക്കേണ്ടവരുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ചോദിച്ചില്ലേ, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങള് എന്താണ് ഈ ഭർത്താവിന്റെ ബന്ധുക്കളെ പറ്റി എന്താ തങ്ങളെ അഭിപ്രായം? ഭർത്താവിന്റെ ബന്ധുക്കളോട് ഒരു ഭാര്യക്ക് അടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ, ഭർത്താവിന്റെ ജ്യേഷ്ഠൻ, ഭർത്താവിന്റെ അനിയൻ, അവരാണല്ലോ പിന്നെ കൂടുതൽ പെരുമാറ്റം അവിടെ ഉണ്ടാകുക. അവരോട് അടുക്കുന്നതിനെ പറ്റി എന്താ തങ്ങൾ പറഞ്ഞു വെച്ചു. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹംബ് എന്നാണ് അറബിയിൽ അതിന് പറയാ, അഖാരിബു സൗജ്, ഭർത്താവിന്റെ അടുത്ത ബന്ധുക്കൾ, അവരോട് അടുക്കുന്നതിനെ പറ്റി എന്താ തങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചപ്പോ തങ്ങൾ പറഞ്ഞു, അൽ ഹംബു അൽ മൗത്ത്, ഭർത്താവിന്റെ അടുത്ത ബന്ധുക്കളോട് അടുക്കുന്നത് മരണതുല്യമാണ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു ബന്ധത്തിന്റെ ഏതെങ്കിലും രൂപത്തിൽ തെറ്റിദ്ധാരണകളോ മറ്റോ പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് ജീവിതം അതോടുകൂടെ തീരും, പിന്നെ അതൊരു മരണത്തിന്റെ സമാനമായും ചെയ്തു. ഒരു ചെറിയ സംശയം വന്നിട്ടേ ഉള്ളൂ, സംഗതി ഒന്നും ഉണ്ടായിട്ടില്ല, ഒരു തെറ്റിദ്ധാരണ വന്നു, ഒരു സംശയം എങ്ങനെ വന്നു, അപ്പൊ അപ്പുറത്തും റാഹത്തില്ല, അവർ പിരിഞ്ഞു. അതുകൊണ്ടാണ് അത്രയും സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്. കാണാൻ പാടില്ലാത്തതിലേക്ക് നോട്ടം വന്നാൽ
ഞാൻ തന്ന മൂടികളെ കൊണ്ട് കണ്ണിനെ മൂടിയേക്കണം. 2 കൺപോളകളില്ലേ, അത് ഞാൻ തന്ന മൂടികളാണ്, മൂടിയേക്കണം. അതുകൊണ്ട് നോക്കരുത്. കാണാൻ പാടില്ലാത്തവരെ നോക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങരുത്. വഴിയോരങ്ങളിലും മറ്റും അതിനു വേണ്ടി തപസ്സിരിക്കരുത്.